Congrats to Indian team for the winning 2020 World Cup 2026. Cheers guys. പൊളിച്ച് മക്കളെ പൊളിച്ച്. ഒരിക്കലും കപ്പ് അടിക്കില്ല എന്ന് പ്രതീക്ഷിച്ച ഒരു ടീം വേൾഡ് കപ്പിൽ കപ്പ് അടിച്ച് കാണിച്ചു കൊടുത്ത്. ഇറ്റ്സ് റിയലി ഗുഡ്. ഹാർട്ട്ഫുൾ കൺഗ്രാറ്റ്സ്. ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ഇന്ത്യ ഈ ഒരു വേൾഡ് കപ്പ് അടിക്കൂല എന്ന്. അതിന് പ്രത്യേകിച്ച് കാരണം ഇന്ത്യയുടെ ചേസിങ് സ്ട്രാറ്റജി ഇല്ലാത്തൊരു ടീമാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ സൗത്ത് ആഫ്രിക്കേൻ്റെ കൂടെ നടന്നില്ല കളി. അതിനുശേഷം നമ്മൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ കൂടെ ചേസിങ് നമ്മുടെ സഞ്ജു സാംസൺ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോയി. പിന്നെ മൊത്തം സഞ്ജു സാംസൺ ആണ്. ഈ വേൾഡ് കപ്പ് മൊത്തം സഞ്ജു സാംസങ്ങിൻ്റെ 95% സഞ്ജു സാംസൻ്റെ കളി കൊണ്ട് മാത്രം നമുക്ക് ഇന്ത്യ ജയിച്ചെന്ന് പറയാം. എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം, എല്ലാ കേരളക്കാർക്ക് അഭിമാനിക്കാം, അതുകൂടാതെ ഇന്ത്യക്കും അഭിമാനിക്കാം. ഇനി സഞ്ജു സാംസനെ കുറിച്ചിട്ട് ഒരുപാട് പഴി കേട്ടിയ ഒരു മനുഷ്യനാണ്, ഒരുപാട് ക്രിട്ടിസൈസും കിട്ടിയവനാണ്. 19-ാം വയസ്സിൽ നമ്മുടെ ഷെയ്ൻ വോണും രാഹുൽ ദ്രാവിഡും കണ്ടെത്തിയ മുതലാണ് സഞ്ജു സാംസൺ. കഴിഞ്ഞ 10-15 വർഷത്തോളം കക്ഷി കടന്നു പോയ സാഹചര്യം, പല പൊസിഷനിൽ കളിക്കേണ്ടി വന്നു. ഒരുപാട് അവസരങ്ങൾ കളിച്ചിട്ടും കിട്ടാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. കിട്ടിയ അവസരങ്ങളാണെങ്കിൽ പുള്ളിക്കാരൻ മുതലാക്കിയില്ല. എന്നാൽ തീരെ കൺസിസ്റ്റൻറ്റ് പ്ലെയർ അല്ല, നല്ല അറ്റാക്കിംഗ് പ്ലെയറും നല്ല പവർഫുൾ ഹിറ്ററും നല്ല സ്ട്രെങ്ത്തും നല്ല ക്ലാസിക് പ്ലെയറുമാണ്. പുള്ളിക്കാരൻ്റെ മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ കൺസിസ്റ്റൻസിയാണ്. എന്നാൽ ഈ വേൾഡ് കപ്പിൽ പുള്ളിക്കാരൻ ബ്യൂട്ടിഫുള്ളി ആയിട്ട് കളിച്ച് വൺ ഓഫ് എ ബെസ്റ്റ് പ്ലെയർ നമുക്ക് കിട്ടി. ഒരു പക്ഷേ നമുക്ക് കോഹ്ലി, രോഹിത് ആ ലെവൽ കാറ്റഗറി വരെ പുള്ളിക്കാരൻ ഫ്യൂച്ചറിലെത്തും. പുള്ളിക്കാരൻ്റെ കമ്പോസ്, കൂൾ, ക്ലാസിക്, പവർഫുൾ ഈസ് മോർ പവർഫുൾ ദാൻ എനി വൺ എൽസ് ഇൻ ദ ടീം. ഹാർദിക് പണ്ഡ്യനെക്കാട്ടിയും പവർഫുൾ എന്ന് വെച്ചാൽ നമുക്ക് പറയാം. അതുപോലെ കമ്പോസ്ഡ് നമ്മുടെ സൂര്യകുമാർ യാദവ് ഒന്നുമല്ല അതിൽ വെച്ചിട്ട്. ക്യാപ്റ്റൻ മാത്രമല്ല, ഏതൊരു ഇന്ത്യൻ പ്ലെയർ ആയാലും അത്രമാത്രം കമ്പോസ്ഡ് ആയിട്ടൊരു പ്ലെയർ ഇല്ല. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ കൂടെ വിജയിച്ച ജയം. ഈവൻ ഇൻ്റർനാഷണൽ ഏതൊരു പ്ലെയർ എടുത്താലും ഇങ്ങനത്തെ ഒരു കമ്പോസ് പേഷ്യൻസ് ആയി കളിക്കാരനെ എൻ്റെ അറിവിലില്ല. ഈസ് വൺ ഓഫ് ദ ജെം ഫോർ ദ ഇന്ത്യൻ ടീം. ഇനി നമുക്ക് ഫൈനലിലേക്ക് വരാം. ഇംഗ്ലണ്ട് കളിച്ച അതേ സ്ട്രാറ്റജിയാണ് ന്യൂസിലാൻഡ് നോക്കിയത്. അതൊരു ബിഗ് ഫോൾട്ടാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രഷർ സിറ്റുവേഷനിൽ നമ്മൾ ടോസ് എടുത്ത ശേഷം നമ്മളൊരു പെർട്ടിക്കുലർ സ്കോർ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ഹ്യൂജ് സ്കോർ എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് വലിയൊരു പോസിറ്റീവ്. ഈവൻ ദോ നമ്മൾ സെക്കൻഡ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ടോട്ടൽ ചേസ് സ്കോർ അറിയാമെങ്കിലും നമുക്ക് റൺ റേറ്റ് അറിയാം, അതിനനുസരിച്ചിട്ട് കളിക്കാം. ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂജ് സ്കോർ ഇപ്പോൾ 250+ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചേസ് ചെയ്ത് ഒരുപാട് ചരിത്രമുണ്ട്. എന്നാലും അത് അത്ര എളുപ്പമല്ല. ഇപ്പോൾ നമ്മൾ ഈ IPL അല്ലെങ്കിൽ വേറെ BBL അല്ലെങ്കിൽ PCBയിൽ നടക്കുന്ന ടൂർണമെൻറ്റും ഓസ്ട്രേലിയയിൽ നടക്കുന്ന ബിഗ് ബാഷ് അങ്ങനത്തെ ഒരു 2020 ടൂർണമെൻറ്റിലൊക്കെ ഒരുപാട് ചേസ് ചെയ്തിട്ടുണ്ട് സ്കോർ. പക്ഷേ ഈ ഒരു ഇൻ്റർനാഷണൽ മാച്ചിൽ ഇങ്ങനത്തെ സ്കോർ ചേസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അധികം എളുപ്പമല്ല, എസ്പെഷ്യലി വേൾഡ് കപ്പ് പോലത്തെ ഒരു ഫൈനൽ. ഇംഗ്ലണ്ട് വാൻഡ സ്റ്റേഡിയത്തിലൊരു വലിയൊരു തെറ്റാണ് ചെയ്തത്. കാരണം ടോസ് കിട്ടിയിട്ട് ഈ ഒരു ഇന്ത്യൻ ടീമിനെ ഫസ്റ്റ് ബാറ്റിംഗ് അയച്ചിട്ട് 254 എടുത്തു. എന്നിട്ട് ബത്തലിൻ്റെ ഒരു ഇന്നിങ്സ് കൊണ്ട് മാത്രം അവരവിടെ വരെ എത്തി. ഏകദേശം 7 റണ്ണല്ല പൊട്ടിയെ. ബാറ്റിംഗ് ഫോമില്ല ഇന്ത്യൻ ടീമിനെ. ടോസ് കിട്ടി എന്തിനാണ് ചേസിങ്ങിന് അയച്ചതെന്നൊരു വലിയൊരു ഫൂളിഷ് ഡിസിഷനാണ് സാറ്റ്നർ എടുത്തത്. ഒരു പക്ഷേ അത് ടീം ഡിസിഷനായിരിക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ചേസ് ചെയ്യാമെന്ന്. കാരണം ഇംഗ്ലണ്ടിനെ കളിച്ച ആ സ്ട്രെങ്ത്ത് കണ്ടിട്ടും ചേസിങ് എടുക്കാൻ എടുത്ത തീരുമാനം വളരെ ഫ്ലോപ്പാണ്. ഒരു പക്ഷേ അലൻ്റെ സൗത്ത് ആഫ്രിക്കേൻ്റെ കൂടെ ഇന്നിങ്സേക്ക് അവർ വിചാരിച്ചിട്ടുണ്ടാവാം. അത് വെറും മണ്ട ഫ്ലോപ്പായിപ്പോയി, ഒന്നിനും കൊല്ലാത്തൊരു ഡിസിഷനായിപ്പോയി. ഇപ്പം ഇന്ത്യൻ ടീം സ്റ്റാർട്ടിങ് തന്നെ അഭിഷേക് ശർമ്മ, ഈ സീരീസിൽ ആകെ സിംബാബ്വേൻ്റെ കൂടെ 50 അടിച്ച അഭിഷേക് ശർമ്മ ഫൈനലിൽ കളിച്ച് നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ് തന്നെ. അപ്പം അഭിഷേക് ശർമ്മേൻ്റെ പൊസിഷൻ അവൻ മെയിൻറ്റെയിൻ ചെയ്തു. ഒരു പക്ഷേ അഭിഷേക് ശർമ്മേനെ ഒഴിവാക്കണം എന്ന് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, അവനൊരു ബ്രേക്ക് കൊടുക്കണം എന്നൊക്കെ. ഇനിയിപ്പം പുള്ളിക്കാരൻ എന്തായാലും ടീമിലുണ്ടാവും, അതിനൊരു സംശയമില്ല. ഇനിയിപ്പോൾ IPL ആണ് വരുന്നത്. IPL
മികച്ച ഫോമിൽ തന്നെയായിരിക്കും അഭിഷേക് ശർമ്മയും. അഭിഷേക് ശർമ്മ 50 അടിച്ചത് ഇന്ത്യക്ക് വലിയൊരു പോസിറ്റീവാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ ചേട്ടൻ്റെ ഇന്നിങ്സ് സഞ്ജു ദ മാൻ, സഞ്ജു ഈസ് ഓൺ മിഷൻ. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു 2 ദിവസം മുന്നേ, സഞ്ജു ഈസ് ഓൺ മിഷൻ. അതിൽ ഡീറ്റെയിൽ ആയി ഞാൻ പറയുന്നുണ്ട് സഞ്ജു എന്തുകൊണ്ട് 2-3 ഇന്നിങ്സ് കൊണ്ട് കളി മാറിയതും എല്ലാ ഡീറ്റെയിൽസും. അപ്പം സഞ്ജു എന്നൊരു വ്യക്തി എന്താണെന്നും ആ കക്ഷി ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു പ്ലെയർ ആണെന്നും സഞ്ജു വീണ്ടും വീണ്ടും കാണിക്കുകയാണ്. കക്ഷിൻ്റെ ബ്യൂട്ടിഫുൾ പാർട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കക്ഷി ഒരിക്കലും പേഴ്സണൽ മൈൽ സ്റ്റോൺ നോക്കില്ല. ഈസ് ഓൾവേസ് പ്ലേ ഫോർ എ ടീം, നോട്ട് ഫോർ ഹിം. എന്മാരി കളിയെന്ന് കളിച്ച സഞ്ജു. മാറ്റ് ഹെൻറിനെ കളിച്ചതും, എസ്പെഷ്യലി മാറ്റ് ഹെൻറിനെ കളിച്ചതാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. മാറ്റ് ഹെൻറി ആയിട്ടുള്ള റെക്കോർഡ് സഞ്ജുന് നെഗറ്റീവാണ്. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിൽ സഞ്ജു ഇപ്പോൾ ആർച്ചർ ആയാലും മാറ്റ് ഹെൻറി ആയാലും അഖിൽ ഹുസൈൻ ആയാലും പുള്ളിക്കാരൻ വളരെ കാം കമ്പോസ് പേഷ്യൻ്റ് ആയിട്ടാണ് കളിച്ചത്. സഞ്ജു മോനെ ഈ മുത്താണ്. ഇങ്ങനത്തെ ഒരു പ്ലെയറെ നമുക്ക് കിട്ടിയ മഹാഭാഗ്യം തന്നെയാണ്. ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്ത ഒരു വ്യക്തിനെ ആ വ്യക്തി എല്ലാവർക്കും മറുപടി കൊടുത്തു പുള്ളിക്കാരുടെ ബാറ്റ് കൊണ്ട്. ഇനി ആരും ഒരിക്കലും സഞ്ജുനെ ക്രിട്ടിസൈസ് ചെയ്യില്ല. ഈവൻ സഞ്ജു എത്ര കളി ഫോം ആയാലും ഈ ഒരു വേൾഡ് കപ്പ് എല്ലാവരും മനസ്സിലുണ്ടാവും, ഏതൊരു ഇന്ത്യക്കാരൻ്റെ മനസ്സിലുണ്ടാവും. ഓപ്പണിംഗ് തന്നെ നമുക്കൊരു ഗ്രേറ്റ് സ്റ്റാർട്ടാണ് കിട്ടി. അതാണ് ഒരു കീ പോയിൻറ്റ്. ഈ ഓപ്പണിംഗ് തന്നെ 2 ഓവറിൽ ആകെ 10-12 ഉള്ളൂ. ഇനി പിന്നെ 3-ാമത്തെ ഓവറിൽ വരെ 2 പോയി. പിന്നെ അടുത്തൊരു നെഗറ്റീവ് ഞാൻ ന്യൂസിലാൻഡ് കണ്ടത്, എന്തിനാണ് ഫസ്റ്റ് പവർ പ്ലേയിൽ തന്നെ ഒരു 4-5 ബോളർ ഓരോ ഓവർ ചേഞ്ച് ചെയ്ത് ഇറ്റ്സ് എ ഫൂളിഷ് സ്ട്രാറ്റജി. ബിക്കോസ് നമ്മൾ ആദ്യത്തെ 2 ഓവർ നല്ല സ്മാർട്ട് ടൈറ്റായിട്ട് ലൈറ്റിനും ലെങ്തിൽ ഇറങ്ങുന്നതാണ്. ഇപ്പോൾ ഫിലിപ്സ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ മാറ്റ് ഹെൻറി ആയാലും. അതിൻ്റെ ഇടയിൽ ഫെർഗൂസൺ വന്നു, ഡഫി വന്നു. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 4 ഓവർ സ്പെല്ല്, 2 ഓവർ സ്പെല്ല് നല്ല ബ്യൂട്ടിഫുൾ ആയി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്തൂടെ. നേരം വെച്ച് ഫസ്റ്റ് 2 ഓവറിൽ റണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ മാറ്റുന്നതിന് ഒരർത്ഥമുണ്ട്. കാരണം അവിടെ തന്നെയാണ് ന്യൂസിലാൻഡിൻ്റെ സെക്കൻഡ് ഫോൾട്ട്. ഫസ്റ്റ് ഫോൾട്ട് ടോസ് കിട്ടിയിട്ട് ബാറ്റിംഗ് എടുത്തില്ല, സെക്കൻഡ് ഫോൾട്ട് ഈ ഒരു സോൺ. പിന്നെ റണ്ണ് വന്നു, അഭിഷേക് ആയാലും സഞ്ജു ആയാലും കൂളായി. പിന്നെ അവരെ വേ ഓഫ് പ്ലേ അറ്റാക്കിംഗ് മോഡ് ഓൺ ചെയ്ത് പിന്നെ റണ്ണ് വരാൻ ഒരു വിഷമം കണ്ടെത്തിയില്ല. അഭിഷേക് ഔട്ടായതും ഒരു ചീപ്പ് ബോൾ ഔട്ടായതാണ്. പുള്ളിക്കാരൻ ആ ബോൾ ഒരു പക്ഷേ 6 അടിക്കാനുള്ള ബോളാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ മിസ് ഗാർഡ് എടുത്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ഔട്ടായത്. പുള്ളിക്കാരൻ ലേശം റസറുന്നുണ്ട്, അത് മുന്നോട്ട് പോകുമ്പോൾ മാറിക്കോളും. പിന്നെ ഇഷാൻ കിഷൻ ഇന്നിങ്സ് എടുത്ത് പറയേണ്ടതാണ് ഈ വേൾഡ് കപ്പിൽ. ഇഷാൻ കിഷൻ സഞ്ജുവിനെ കട്ട സപ്പോർട്ട് ചെയ്ത് നിന്ന് സഞ്ജുവും ഇഷാനും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കളി കൊണ്ടുപോയി. അവർ 2 ഇന്നിങ്സും തന്നെ ഏകദേശം നമ്മൾ മുന്നോട്ട് പോയപ്പോൾ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് മിനിമം 250 ഇന്ത്യ അടിക്കുന്നു. ഒരു പക്ഷേ 280, 300 വരെ എത്തിയേനെ നമ്മുടെ സഞ്ജു അവിടെ ഉണ്ടെങ്കിൽ. സഞ്ജു 50 അടിച്ച ശേഷം പുള്ളിക്കാരൻ ഗിയർ മാറ്റി വീണ്ടും അറ്റാക്കിങ്. പുള്ളി എത്ര പറഞ്ഞാലും നമുക്ക് സഞ്ജുവിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ മതിയാവില്ല. ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയും. പിന്നെ പുള്ളിക്കാരൻ പോയ ശേഷം നമ്മുടെ ഇഷാൻ പോയി, അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് പോയി, ഹാർദിക് പാണ്ഡ്യ കളിച്ചില്ല. പിന്നെ അവസാനം ദുബൈൻ്റെ ഹിറ്റിംഗ്, ജെയിംസ് ന്യൂഷൻ്റെ ആ 24 റണ്ണോളം വന്നു ഫൈനൽ ഓവറിൽ. അതാണ് വേറൊരു ട്വിസ്റ്റ്. പിന്നെ സെക്കൻഡ് ബാറ്റിംഗ് എടുത്ത ന്യൂസിലാൻഡ് മെയിൻ ക്രൂഷ്യൽ ഓപ്പണിംഗ് സ്റ്റാൻഡാണ്. സൗത്ത് ആഫ്രിക്കനോട് കളിച്ച പോലെ ഒരു ഓപ്പണിംഗ് സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെങ്കിലും കളിക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. അത് ബ്യൂട്ടിഫുള്ളായിട്ട് അക്സർ പട്ടേലിനെ കൊണ്ടുവന്നു, അവനെടുത്തു. അതിൻ്റെ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാച്ച് എടുത്ത പൊസിഷൻ, ഇറ്റ്സ് എ വൈഡ് ലോങ് ഓഫ് പൊസിഷനിലെടുത്ത്. സാധാരണ പൊതുവെ സ്ട്രേറ്റ് ലോങ് ഓഫിലാണ് വരിക ഫീൽഡർ. ലാസ്റ്റോട് വൈഡായി ഇരുത്തി അതിനനുസരിച്ച് ഷോർട്ട് ബോൾ ഇട്ട് ഫിന്നലും കറക്റ്റ് കയ്യിലേക്ക് അടിച്ചു കൊടുത്തു. ഇഷാൻ കിഷനെ നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ട്, അത് വേറൊരു കാര്യമുണ്ട് പറയാം. പിന്നെ സൈഫേർട്ട് നല്ലോണം കളിച്ചു, പക്ഷേ സൈഫേർട്ടിനും പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, പോയി. അതുപോലെ തന്നെ ഫിലിപ്സ്, ആകെ ഒരു 3 പ്രോപ്പർ ഹിറ്ററാണ് ഉള്ളത്. നമ്മുടെ ഫിന്നലൻ, സൈഫേർട്ട്, പിന്നെ ഫിലിപ്സ്. ജെയിംസ് നിഷാൻ മടിക്കും, പക്ഷേ അവരത്ര എത്തൂല, പവറില്ല. പിന്നെ ഇന്ത്യൻ ബോളേഴ്സ് ബ്യൂട്ടിഫുള്ളായി ബോൾ ചെയ്തു. ഇപ്പോൾ ബുംറ ആയാലും അർഷദീപ് ആയാലും അക്സർ പട്ടേലും ഈവൻ വരുൺ ചക്രവർത്തി ആയാലും കഴിഞ്ഞ 2 കളിയിൽ നല്ലോണം അടി കിട്ടിയ മനുഷ്യനാണ്. പക്ഷേ ഇവർക്കെതിരെ ബ്യൂട്ടിഫുള്ളായി ബോൾ ചെയ്തു. എന്തുകൊണ്ടും ഇന്ത്യൻ ടീം സെയിം 11 കളിച്ചത് നന്നായി, ടീമിനെ 11 മാറ്റാത്തതും നന്നായി.
ഒരുപാട് റെക്കോർഡായി ഈ ഒരു വേൾഡ് കപ്പ് കിട്ടിയതുകൊണ്ട്. കണ്ടിന്യൂസ് 2 വേൾഡ് കപ്പ്. പിന്നെ നമ്മുടെ മലയാളീസ് കളിച്ചിട്ടുണ്ടെങ്കിൽ കപ്പടിക്കുന്നു വീണ്ടും പറയാനായി. പിന്നെ അതുകൂടാതെ നരേന്ദ്രമോദി സ്റ്റേഡിയം ഒരിക്കലും നമ്മൾക്ക് ഫൈനൽ അവിടെ നിന്ന് കിട്ടിയില്ല. എസ്പെഷ്യലി വേൾഡ് കപ്പ്, കഴിഞ്ഞ വേൾഡ് കപ്പ് അവിടെ നിന്നാണ് തോറ്റെ. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് കിട്ടി. അപ്പം എല്ലാവരും ഹാപ്പിയാവും. എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നത്. ഇനിയും ഒരുപാട് വേൾഡ് കപ്പ് കിട്ടട്ടെ, ഇനിയും ഒരുപാട് കപ്പ് കിട്ടട്ടെ. അതിനെല്ലാം ഉപരി നമ്മുടെ സഞ്ജു സാംസൺ ടീമിൽ നിൽക്കട്ടെ ഒരുപാട് വർഷം, ഒരുപാട് റെക്കോർഡ് എടുക്കട്ടെ. സഞ്ജു അത് തന്നെയാണ് ഫൈനൽ പറയാനുള്ളത്. ഇനിയിപ്പം IPL വരികയാണ്. വേൾഡ് കപ്പിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെന്നൈ വേറെ ലെവലാവും, പ്രത്യേകിച്ച് നമ്മുടെ സഞ്ജുവിൻ്റെ ഫോമിൽ. അതുകൂടാതെ ടീം നല്ല ടീമാണ്, ബാറ്റിംഗ് നല്ല സ്ട്രോങ് ആണ്, ബോളിങ്ങിന് ലേശം ഒരു ഇതുണ്ട്, പക്ഷേ ടീം ഇസ് ഗുഡ്, ഇറ്റ്സ് റിയലി ഗുഡ്. പിന്നെ എന്തായാലും സോ ഹാപ്പി ഇന്ത്യ അടിച്ചതിന്. ഇനിയും കുറേ വേൾഡ് കപ്പൊക്കെ അടിക്കട്ടെ, സഞ്ജു ടീമിൽ നിൽക്കട്ടെ, സഞ്ജു ഒരുപാട് റെക്കോർഡ് എടുക്കട്ടെ.